നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ മകയിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ മാസത്തിൽ 7-ാം തീയതി ശുക്രൻ കുംഭത്തിലേക്ക് മാറുന്നുണ്ട്, 8-ാം തീയതി ബുധൻ മീനത്തിലേക്ക് മാറുന്നുണ്ട്, 15-ാം തീയതി കുംഭത്തിലേക്ക് ചൊവ്വ മാറും, അതേപോലെ തന്നെ 25-ാം തീയതി മേടത്തിലേക്കും ബുധൻ മാറുന്നുണ്ട്. അപ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴി വരുന്ന ഇടവക്കൂറിലാണ്. ഇടവക്കൂറുകാർക്ക് 12-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി 7-ാം തീയതി 10-ാം ഭാവത്തിൽ ശനിയോട് യോഗം ചെയ്തിട്ടാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ലഗ്നാധിപതി കർമാധിപതിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണത്തെ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ശുക്രന് മന്ദയോഗം എന്ന് പറയുന്നൊരവസ്ഥ വരുന്നത് കാരണം കൊണ്ട് 7-ാം തീയതി വരെയുള്ള സമയത്ത് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകുകയും അതിനുശേഷം ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം ശുക്രന് മന്ദയോഗം വന്നത് കാരണം കൊണ്ട് അതിനുശേഷം വിവാഹ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരിക, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ദൈവാധീനം കുറവാണ്. 12-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ലാഭസ്ഥാനത്ത് രാഹു നിൽക്കുന്ന കാരണം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാതെ ഇരിക്കുക. പ്രത്യേകിച്ച് കണ്ടകശനി ദോഷമുണ്ട്. 14-ാം തീയതി വരെ സൂര്യനും 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ 14-ാം തീയതി വരെ അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളല്ല മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക്. അത് കാരണം കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വേണം. അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ശനിദോഷാരമായിക്കൊണ്ട്. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, കൂവളമാല പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നാഗപൂജ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് യോഗമുണ്ട്. ഇനി മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് മിഥുനക്കൂറാണ്. മിഥുനക്കൂറുകാർക്ക് സർവാഭിഷ്ടസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ദൈവാധീനം നല്ല രീതിയിലുണ്ട്. നല്ല ദൈവാധീനമുണ്ട് എന്ന് മാത്രമല്ല, ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ പൂർവ്വപുണ്യ സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രനും ഭാഗ്യസ്ഥാനത്ത് 9-ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനും പൂർവ്വപുണ്യങ്ങൾ അനുഭവിക്കാനും ഉള്ള യോഗമാണുള്ളത്. അതേപോലെ തന്നെ അവിടെ സൂര്യൻ നിൽക്കുന്ന കാരണം പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് ചില്ലറ രോഗാവസ്ഥയോ അഭിപ്രായ വ്യത്യാസം പോലെയുള്ള കാര്യങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റെല്ലാ കാര്യത്തിലും വളരെ അനുകൂലമായിരിക്കുന്ന യോഗമാണ്. എന്നാൽ ശത്രുദോഷം കുറച്ച് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ പോയിട്ടാണ് ചൊവ്വ നിൽക്കുന്നത്. യാത്രകൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ 4-ാം ഭാവത്തിൽ കേതുവാണ്. വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കാനായിട്ടുള്ള യോഗമാണ്. ലഗ്നാധിപതിക്ക് നീചാവസ്ഥ വന്നത് കാരണം കൊണ്ട്, അതായത് 8-ാം തീയതി ബുധൻ മീനൻ രാശിയിലേക്ക് മാറുന്നതുകൊണ്ട് നീചസ്ഥിതിയെ രിവിനി വീടുന്നത് അന്യദേശയാണെന്ന് പറയുന്നൊരു യോഗമാണ് വരുന്നത്. എന്ന് വെച്ചെന്നാൽ 8-ാം തീയതിക്ക് ശേഷം വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുന്ന കാര്യത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടാകും. മാത്രമല്ല വീട് വിട്ട് നിൽക്കാനുള്ള യോഗം ഉള്ളത് കാരണം കൊണ്ടും ലഗ്നാധിപതിക്ക് നീചാവസ്ഥ വന്നത് കാരണം കൊണ്ടും സ്വന്തം ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയേക്കാൾ കൂടുതൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലം മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥാനത്ത് അനുഭവപ്പെടാനുള്ള യോഗമാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. വീട്ടിൽ നിൽക്കുന്നതും വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ വരിക, അതുപോലെ തന്നെ വീട്ടുകാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഭാഗ്യം വർധനവിന് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. കർമാധിപതി ലാഭസ്ഥാനത്താണ്. ചെയ്യുന്ന തൊഴിലിന് തക്കതായിരിക്കുന്ന ലാഭം കിട്ടും. വിദേശ യോഗമുണ്ട്. വീട് വിട്ട് നിന്നിട്ട് നല്ല തൊഴിൽ എടുക്കാനായിട്ട് യോഗമുണ്ട്. തൊഴിലിൽ 10-ൽ രാഹു നിൽക്കുന്നതിനും ചില അപ്രതീക്ഷിതമായിരിക്കുന്ന തടസ്സങ്ങളുണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായിരിക്കുന്ന ഗുണവും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അമൃതവർഷം ഖണ്ഡകാരകനാണ് രാഹു 10-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ മകര നക്ഷത്രത്തിലെ മിഥുനക്കൂറുകാർക്ക് അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ പോലും ചൊവ്വയുടേതായിരിക്കുന്ന അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം കൊണ്ട് അതിൻ്റെ ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഈ മാസം വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.